ഹായ് ഓൾ, നമ്മൾ കുറേ നാളായി വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെയാണ്. നമ്മൾ രാവിലെ തന്നെ ഉച്ചയായി. ഞാൻ ഓൾറെഡി ലേറ്റായി എഴുന്നേറ്റപ്പോഴേ. ബിരിയാണിയാണ്, ഞാൻ കാണിച്ചു തരാം. നാരങ്ങ അച്ചാറുണ്ട്, മുട്ടയുണ്ട്, പപ്പടം, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെ സ്പെഷ്യലായിട്ട് തിളപ്പിച്ച വെള്ളം. ഇത്രയും സാധനമാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ശരിക്കും കുറേ നാളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ സൗദിക്ക് പോയേക്കായിരുന്നു. കഴിഞ്ഞ ദിവസമാണ്. അടിപൊളി ബിരിയാണി. സത്യം പറഞ്ഞാൽ അത്ര കൂടുതല ആവല്ല. അങ്ങനെ പറഞ്ഞാലേ ആ ഉച്ചക്ക് ബിരിയാണി ആകാൻ കഴിയും. ഞാൻ മാത്രമല്ല, സ്വന്തം ശ്രീകണ്ഠ കേട്ടോ. അവന് ഭയങ്കര നാണമാണ്. ആ കൈ അവൻ ഭയങ്കര ചമ്മലാണ്. കണ്ടോ, അടിപൊളി ബിരിയാണി. നമ്മൾ ചിക്കൻ കറി എടുക്കുക. ചിക്കൻ കറി ചെറിയ പീസുകൾ, പിന്നെ ഗ്രേവി എടുക്കുക. ഇങ്ങനെ എങ്ങനെ മനസ്സിലായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ മിക്ക ദിവസവും ബിരിയാണി അവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെന്ന് അറിയില്ല. ചിക്കൻ 90 രൂപ ഉള്ളൂ ഒരു കിലോയ്ക്ക്. ഒരു കിലോ മീൻ മേടിക്കണം 200 രൂപയാവും. അതുകൊണ്ട് ചിക്കൻ മേടിച്ചു. ബിരിയാണിയുടെ റൈസിൽ പോകേണ്ടത് അതുകൊണ്ട് ബിരിയാണി ആക്കി. പപ്പടം വെക്കുക. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് നോക്കണേ. അല്ല, പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് കാശുവിനായിട്ട് അത് അതിനൊപ്പം ചിക്കൻ ഫ്രൈ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇതുകൂടാതെ ഞാൻ മാത്രമല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കല്യാണം കാണിക്കാം. ഉണ്ടോ, ഇവിടെ ഇരുന്ന് കല്യാണി കണ്ണനോടെ ഫുഡ് കഴിക്കുക. ബിരിയാണി, പൊറോട്ട, ബിരിയാണി. കണ്ണ ഒരു ഹായ് പറവാ. കണ്ണ കണ്ണ ഇങ്ങോട്ട് നോക്ക്. കണ്ണ ഹായ് പറടാ. ഹായ് പറ. ഉണ്ടോ, വീണ്ടും തല കൊത്തി. നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ 200 രൂപ ആണ്. ആ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അതിനൊക്കെ ഒരു വർക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് പോകാൻ. ആ വർക്കുണ്ട്, വാട്ടർ ഫിൽറ്ററിൻ്റെ വർക്കുണ്ട്. നമ്മൾ ആ സൈറ്റിൽ നിന്ന് അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടുകൊണ്ട്. അടിപൊളി. സൂപ്പർ രതീഷേ, സൂപ്പർ അല്ലേ നമ്മുടെ ബിരിയാണി? ഫിറോസ് നമ്പറല്ലേ രതീഷേട്ടാ, സൂപ്പറാടാ. നമ്മുടെ ബിരിയാണി കഴിക്കുന്നത് മുട്ട മസ്ത. ലവേഴ്സാണ്. നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ചിക്കൻ ഫ്രൈയാണ്. സംഭവം കിടുക. ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് ആ ഫോൺ പിടിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ക്യാമറ വെട്ടി പോണേ. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ വർക്കിൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഓൾറെഡി വാട്ടർ ഫിൽറ്ററിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 17 വർഷമായിട്ട് വാട്ടർ ഫിൽറ്ററിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫ്രണ്ട്സിന് വാട്ടർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ പറയണം. വാട്ടർ ഫിൽറ്റർ മാത്രമല്ല, സ്വിമ്മിംഗ് പൂൾ ചെയ്യുന്നുണ്ട്, ഫൗണ്ടൻ ചെയ്യുന്നുണ്ട്. നമ്മൾ
ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലെ ആവശ്യം വന്നതാണ് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ റീസണബിളായിട്ട് പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കല്യാണി കൂടി തന്നെയാണ്. അതാ ഒന്നും പറയാനില്ലേ? ബിരിയാണിയാണ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാലേ രാവിലെ 10:15 ഉള്ളൂ. സാധാരണ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇഡ്ഡലി കറി. കാറിൻ്റെ കൈ അതൊന്നും ഇല്ല. ഇപ്പം 10:15 കഴിക്കാൻ കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് ഇനി വർക്കിന് സൈറ്റ് കാണാൻ പോയിട്ട് വരാൻ താമസിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെച്ച് കഴിക്കാൻ ആളില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ ബിരിയാണി കഴിക്കുക. ഇവിടെ ഒരു മുട്ടയുണ്ട്, ഇതെന്തുവാ അച്ചാറ്, ഇത് പപ്പടം, ഇത് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബിരിയാണി, പിന്നെ സലാഡ്. സലാഡ് കാണിച്ചേ. സലാഡ് ലേശം ലൂസായിപ്പോൾ എന്താണെന്നറിയില്ല. സലാഡ് ഒരു ലേശം ലൂസാണ്. ശരിക്കും സലാഡ് എനിക്ക് ഇങ്ങനെയല്ല ഇഷ്ടം. സലാഡ് എനിക്ക് കുറച്ച് കട്ടിയായിരിക്കണം, അല്ലേ, കുറുകിയിരിക്കണം. സലാഡ് ലേശം ലൂസാണ്. മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ്. പോണ ബാ ബാ. ഓക്കെ, മല്ലിയിലയൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ്. ഏതിനകത്തുണ്ടെങ്കിൽ എനിക്കൊന്നും മല്ലിയില കിട്ടാൻ വളരെ നല്ലതാണ്. സാമ്പാറിനകത്തുണ്ടെങ്കിലും ചമ്മന്തിയാണ്. പിന്നെ നമ്മളിവിടുത്തെ റൈസ് അറിയാമല്ലോ, ഇതാണ് നീളമുള്ള റൈസാണ് എനിക്കിഷ്ടം. ഇതല്ല മറ്റേ ആ ചെറിയ റൈസില്ലേ, അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ പറയണം. മാക്സിമം വീഡിയോ പ്രൊമോട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. മുട്ട, അച്ചാറ്, ചിക്കൻ ഫ്രൈ, പപ്പടം, സലാഡ്, ചിക്കൻ കറി, വെള്ളം. ഇതാണ് ഇത്. ശരിക്കും രാവിലെ 10 മണിക്കത്തെ കഴിപ്പാണ്. ഉച്ചക്കത്തേക്ക് ബിരിയാണി വെച്ചാൽ ഞാനിപ്പം പോയിട്ട് വരാൻ താമസിച്ചാലേ, അതുകൊണ്ട് രാവിലെ ഒന്ന് ചെയ്തതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ അല്ലേ. ഓക്കെ, ബൈ.